പിള്ളച്ചേട്ടാ ഇന്ന് ലേറ്റാണല്ലോ. പട്ടണകടവ് പാലമഴിമതി CBI അന്വേഷിക്കുക. പട്ടണകടവ് പാലമഴിമതി CBI അന്വേഷിക്കുക. അഴിമതി വീര പുഷ്കര. രാജിവെക്കൂ, പുറത്തു പോകൂ. സുനന്ദയെ കാണാത്തോണ്ട് പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി. ഞങ്ങൾക്ക് പേര് ഇറങ്ങി. ഓ പിന്നെ കുടുംബശ്രീ യോഗം കഴിഞ്ഞപ്പോഴാ പഴയ നക്സൽ മത്തായിക്കുട്ടി മാപ്പിള ദിവംഗതനായ വിവരം അറിഞ്ഞത്. മനുഷ്യത്വക്കല്ലേ വലുത്. ഒന്ന് അവിടെ വരെ പോയി. അതിന് സുനന്ദയുടെ വാർഡല്ലല്ലോ ഇത്രയും മനുഷ്യത്വം കാണിക്കാൻ. വാർഡൊക്കെ നോക്കി മനുഷ്യത്വം കാണിക്കാൻ പറ്റൂ? ഇത്ര രഹസ്യമായിട്ട് എങ്ങനെ മരിക്കാൻ പറ്റുന്നു? എൻ്റെ വാർഡിലായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല. ഒന്ന് വിളിച്ചു പറഞ്ഞതുപോലും. ഒരു മെസ്സേജ് എങ്കിലും. മീറ്റിംഗ് ഉച്ച കഴിഞ്ഞ് മതി, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. ഇലക്ഷൻ വരികയല്ലേ. ഏയ് എവിടെ പോവാ? എല്ലാരും ഇരിക്കുക അവിടെ. ഏതോ ഒരു നക്സലി എത്തതിന് പഞ്ചായത്തിന് അവധിയോ? നമുക്ക് ഇവിടെ 100 കാര്യങ്ങളല്ലേ പാസ്സാക്കാൻ. അതെ, അതാണ്. വർക്കിച്ചായന് ഒരേ ഏക്കർ പാടവും കായലിന്റെ മൂലയും നികത്തണം. കുഞ്ഞപ്പഞ്ചേട്ടന്റെ ഭാര്യയുടെ എനിക്ക് വീട് വേണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ പ്രസിഡന്റിന്റെ വാർഡിൽ മഴക്കുഴി. അത് ഞാൻ നോക്കിക്കോളാം. നീനയ്ക്ക് തൊഴിലുറപ്പുകാരെ കൊണ്ട് കപ്പത്തോട്ടത്തിൽ എലി നിർമാർജനം. പിന്നെ എനിക്ക് യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ധനസഹായം. പിന്നെ വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് വീതം വെക്കല്, ദുരിതാശ്വാസ ക്യാമ്പിൽ ബാക്കി വന്ന സാധനങ്ങളുടെ ലേലം വിളി, കുടിവെള്ളം, കക്കൂസ്, ഇതൊക്കെ ആര് നടത്തും? ഞാനിതങ്ങോട്ട് പറയാൻ തുടങ്ങായിരുന്നു. പിന്നെ ഇപ്രാവശ്യമെങ്കിലും നമ്മുടെ യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ചികിത്സാ സഹായം ഒന്ന് പാസ്സാക്കണം. ആ അപേക്ഷ മേശപ്പുറത്ത് വന്നിട്ട് കുറെ ആയി. ഇവിടെ അതിനുള്ള കാശൊന്നുമില്ല. അവരോട് റോട്ട് പോയി വല്ല ഗാനമേള നടത്താൻ പറ. അതും കൂടെ പഞ്ചായത്തിന്റെ തലയിലിടല്ലേ. നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒരു കുഞ്ഞിന്റെ കാര്യമല്ലേ സാർ? സുനന്ദ, എന്റെ വാർഡ് കയറി അവിടെ നിൽക്കണ്ട, മനസ്സിലായോ? ഓരോന്ന് ഒഴിവാക്കാൻ നോക്കുമ്പോ പിന്നെ ഊരാ കൊടുക്കേട്ട് വരും. ചേച്ചി ഇന്നും പാസ്സായില്ല കേട്ടോ. വിഷമിക്കണ്ട. മോളെ ആശുപത്രി കൊണ്ടുപോകാനുള്ള കാശേ പാൽ സൊസൈറ്റിയിൽ നിന്ന് മേടിച്ചോ. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ശരി. ആറില്ലാത്തടുത്ത് ഡാം കെട്ടുകയും ബസ് പോയിട്ട് ഒരു ഓട്ടോ പോലും പോകാത്ത വഴിയിൽ കാത്തിരിപ്പ് കേന്ദ്രം പണിയുകയും മണലോ സിമന്റോ ഇല്ലാതെ പാലം പണിത് മിനിറ്റ് വെച്ച് ഞെട്ടിക്കുന്ന ഈ വെള്ളരിക്ക പട്ടണക്കാരെ കുറിച്ചാണ് ഇന്നത്തെ പ്രൈം ടൈം. മോളെ ഡൂപ്പർ പറയണ്ടേ, ജോലി ചെയ്യാനും സമ്മതിക്കത്തില്ല. പറഞ്ഞോ. ഹലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരുപാട് പദ്ധതികൾ ഒരുമിച്ച് പാസാക്കിയതിൽ അഴിമതിയുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടോ? ഷാബു, ഞാൻ പരത്തി പറയാണെന്ന് വിചാരിക്കരുത്. വഴി മുടക്കുന്ന പാർട്ടി അല്ല, വഴി നടത്തുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത്. ഞാൻ ഇടപെടുകയാണ്. അഴിമതിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. സുനന്ദയും KPയും തമ്മിൽ ഗ്രൂപ്പ് പോരാണെന്ന് കേൾക്കുന്നതിൽ സത്യമുണ്ടോ? ദ പഞ്ചായത്ത് വാണ്ട്സ് ടു നോ. അതെ, ഞാൻ ചോദിക്കുന്നത് ഐയുടെയും എയുടെയും കാര്യം തന്നെയാണ്. ഗ്രൂപ്പ് വഴക്കൊന്നും ഞങ്ങൾ തമ്മിലില്ല. അതെ, ഇന്നിപ്പോ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുക്കാൻ പോകാനുള്ള വഴിക്കാശും ചെലവ് കാശും KPക്ക് ഞാനല്ലേ കൊടുത്തത്. കണ്ട അവള് നിൽക്കിട്ട് താങ്ങാണ്. ഞാൻ അവളിന്ന് കാശ് വാങ്ങിച്ചു. ലീഡർ കാശ് വാങ്ങിച്ച എടാ, ഞാൻ എല്ലാ ദിവസവും ചെലവ് കാശ് വാങ്ങിക്കുന്നല്ലേ. ഈ കാര്യത്തിനാണ് ആ കാശ് എന്ന് പറയുന്ന കാര്യമുണ്ടോ? കണ്ണാടികളെ ഗാന്ധിയാണെങ്കിൽ മേടിക്കാം. അത് പറഞ്ഞപ്പോഴേ ഓർത്ത് നാളെ ഗാന്ധി ജയന്തിയാണ്. അത് ഓഗസ്റ്റ് 15-നല്ലേ? എടാ, നാളെങ്കിലും സുനിതര പെർഫോമൻസ് നമുക്കൊന്ന് കുറക്കണം. എനിക്കൊരു സീറ്റ് വേണം, എനിക്ക് കുറച്ച് ഓട്ട് വേണം. നീ മറ്റേ സാധനം സെറ്റ് ആക്കിയാ? ചക്ക മൂലക്കൊലിക്കുന്ന സെറ്റാണ്. എടാ മൈത്താണ്ടി ചക്കലടാ ചർക്ക ഇവിടെ. ദൈവമേ, ഇരിക്കണ കണ്ട ഐറ്റം കറക്കന്ത്രം. അങ്ങനെ ക്ലിയർ ആയിട്ട് പറ. ഇത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇപ്പൊ ഉണ്ട്, മേടിക്കാം. കിറോം കറക്കാം. നീ അത് ഇറക്കില്ലെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് പശുവിനെ കറക്കേണ്ടി വരും ഉറപ്പായിട്ടും. ഗുഡ് നൈറ്റ്. ഓ ശരി. എത്തിയാ? ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് തേച്ച് വെച്ചേക്ക. അതെ, ഈ പുതിയ നേതാക്കന്മാരെ പോലെ എത്രയും പെട്ടെന്ന് കളർ ഡ്രസ്സിലേക്ക് മാറിക്കോണം. ഈ കതറലക്കും കഞ്ഞി പിഴിഞ്ഞും ബാക്കിയുള്ളവന്റെ തോള് തെഞ്ഞു. തോള് കഴിഞ്ഞെങ്കിലേ കണക്കായിപ്പോയി. നീ എന്നെ തേക്കാൻ നോക്കുവല്ലേ നാട്ടുകാരുടെ മുമ്പിൽ കണക്കൊക്കെ പറഞ്ഞ്. ആരാ തേക്കാൻ നോക്കിയത്? എന്റെ റീത്ത് നീയല്ലേ ഇടമോട്ടിച്ചോണ്ട് പോയത്? ആഹാ, ഞാൻ ഫുൾ പേ ചെയ്ത് എന്റെ കലക്ക് റീത്തിന് പകരം നിന്റെ ഉണക്ക് റീത്ത് കടക്കാനല്ലേ. അവന് റീത്ത് വെക്കണ്ട. ഞാൻ പറഞ്ഞേക്ക്. എനിക്ക് എന്റെ റീത്തിന്റെ കാശ് കിട്ടണം. ഓഹോ, ഇതിന്റെ പ്രതികാരമായിരുന്നു ടിവിയിലൂടെ എനിക്കിട്ട് താങ്ങിയത്. KPനെ തോപ്പിക്കാനാവില്ല മക്കളെ. KP ലീഡറാണ്, ലീഡർ. ലീഡർക്ക് കുറച്ച് ചൂട് കട്ടനെടുക്കട്ടെ? വേണ്ട, ഞങ്ങൾ യൂത്തന്മാര് നല്ല ബിരിയാണി കഴിച്ചിട്ട് വന്നാൽ ഞങ്ങളുടെ പ്രകടനം കഴിഞ്ഞാൽ ഞങ്ങൾ യൂത്തന്മാർക്ക് അത് മസ്റ്റാണ്. അച്ഛാ, ഇന്നത്തെ സമരത്തിന്റെ വീഡിയോ കിട്ടിയ ലൈക്ക് അച്ഛൻ കണ്ടായിരുന്നോ? അത് കണ്ടിട്ട് ചോർച്ചില്ല ചേച്ചിക്ക്. അടിച്ച ലൈക്കൊക്കെ തെണുത്ത് കിടപ്പുണ്ടല്ലോ. അസൂയ. UDPക്കാരെ കൂടെ പറപ്പാണല്ലോ. അച്ഛനാണെങ്കിലും ശരി, മോളാണെങ്കിലും ശരി. ചെറിയ ചെറിയ സ്വന്തം സമയത്ത് ഇങ്ങനത്തെ മാർക്ക് ഉണ്ടാവാറില്ല അച്ഛാ. അയ്യേ പിള്ളേരെ പോലെ നോട്ടെ, ശരിക്കും ചാഞ്ഞിട്ടുണ്ടല്ലോടാ.
നീ വാ, മുറിവെണ്ണ തേച്ചു തരാം. വാ. ചെന്നൈക്കാലേ ചെല്ല്. ചേച്ചി അധികം ചൂട് വേണ്ട കേട്ടോ, മേല് പൊള്ളുവേ. ഹായ്, ഞാൻ നോക്കിക്കോളാം. അവിടെ ഒന്നും കുഴപ്പമില്ലെന്നേ. ഇങ്ങനെ ഡെയിലി കുഴമ്പിട്ട് തരാനൊന്നും എന്നെ കിട്ടത്തില്ല. നീ വേഗം ഒരു കല്യാണം കഴിക്കും. അങ്ങനെ ഡെയിലി കുഴമ്പിട്ടാൽ ഇങ്ങനെ ഇരിക്കാൻ എന്നെ കിട്ടത്തില്ല. എനിക്ക് കല്യാണം കഴിക്കും ചേച്ചി. എൻ്റെ സീറ്റും കൂട്ടുന്നേ. സീറ്റും കല്യാണം തമ്മിൽ എന്ത് ബന്ധം? ബന്ധമുണ്ട്. ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം കല്യാണം കഴിക്കൂ. എനിക്കിട്ടുന്ന സീറ്റാണ് ചുമ്മാ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ചേച്ചിക്ക് അങ്ങോട്ട് തന്നത്. ഇനി നോ കോംപ്രമൈസ്. അത് പണ്ട് എന്റെ സീറ്റ് എന്റെ തന്നെ. അത് വിട്ടു തരാനേ നല്ല മനസ്സില്ല. അതിനുള്ള വെള്ളം മോൻ അങ്ങ് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചേക്ക് കേട്ടാ. നിനക്ക് ഈ പഞ്ചായത്ത് തന്നെ വേണമെന്ന് എന്താ അത്ര നിർബന്ധം? നീ വല്ല MLA MP ഒക്കെ ആവാൻ നോക്കൂ. അതല്ല ഞാൻ പറഞ്ഞേ, എനിക്ക് ആഘോഷപ്പെട്ട എന്താ. അതല്ലേ ഞാനും പറഞ്ഞേ, കല്യാണം കഴിക്കാൻ. എല്ലാരും കൂടി അതെ, കൊച്ചാട്ടൻ കുളിച്ച് ചാറ്റിയാട്ടെ. ഇതിന് ഉറങ്ങിക്കൂടി. സേഫ് ആണല്ലോ. ഓ ജസ്റ്റ് രക്ഷപ്പെട്ടു. അയ്യോ വന്നല്ലോ സമരനായകൻ. ഇതൊക്കെ പൊടിയാണല്ലോ. ഉദ്ദേശിച്ചാണല്ലോ. ചേച്ചി ഇതിൽ വെക്കാൻ പറ്റിയ ഒരു 500 ഉണ്ടാവും. കേട്ടില്ല. അപ്പൊ ഒരു 1000 മതി. നീ നേരത്തെ 500 ചോദിച്ചേ. അപ്പൊ കേട്ട് തന്നാ മതി. എന്തോ എങ്ങനെ? മോഷണം ലീഡർ KP യുടെ രക്തത്തിൽ ഇല്ലാത്തോണ്ട് മാത്രം ചോദിക്കാൻ. ഓഹോ, ആ അപ്പൊ എന്റെ രക്തത്തിലുണ്ടെന്ന്, ഞാൻ കള്ളിയാണെന്ന്. ചേച്ചി ദേഷ്യപ്പെടുമ്പോ ചേച്ചിയുടെ മൂക്ക് ചെറുതായിട്ട് വളയുന്നുണ്ടോന്നൊരു സംശയം. അത് നിന്റെ കണ്ണിന്റെ വളവാ. വേറൊന്ന് ചോദിക്കും. ആ മുല്ലപ്പള്ളി സാറ് ചേച്ചിനെ കൊറേ അന്വേഷിച്ചിട്ടോ. അങ്ങനെ എന്ത് ചോദിച്ചു. എന്റെ മൂക്കിന്റെ വളവിനെ പറ്റിയോ? ഇയാളധികം വളയ്ക്കണ്ട. ഇയാൾക്ക് ഇപ്പൊ എന്തോ വേണം? കാശ് വേണം, അത്രയല്ലേ ഉള്ളൂ. അശോ അവിടെ ഉണ്ടായിരുന്നില്ലേ, അവിടെ നോക്കാൻ പറ്റില്ല. കൊറേ ഉണ്ടല്ലോ. ഈ സ്ഥലം ഇന്നും കൂടിയേ ഉള്ളൂ. നിന്നെ എനിക്ക് അത്ര വിശ്വാസമില്ല. എന്താ ചേച്ചി വലത്തെ കൈ ഉണ്ട്, കടമൊന്നും മേടിക്കണല്ലോ. എഴുതി വെച്ചേക്കണല്ല അല്ലേ? നോക്കണ്ട, അത്രേ ഉള്ളൂ. അച്ഛാ വീടൊക്കെ പെയിന്റ് അടിക്കാറായിട്ടോ. ഫുള്ള് മാറാമ്പലും പൂപ്പലൊക്കെയാണ്. ആ എപ്പോഴും എന്തിനാടാ അവളെ ഇങ്ങനെ പിഴിയുന്നേ? എനിക്ക് ഈ കിഫ്ബി മസാല പോണ്ടേ ഉണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ എങ്ങനെയാണ്. വീട്ടുകാരൊന്നും നിനക്കറിയണ്ടല്ലോ. അച്ഛന്മാരിങ്ങനെ രാഷ്ട്രീയം കളിച്ച് അഴിമതിക്കാരെന്നുള്ള പേര് മാത്രം സമ്പാദിച്ചു വെച്ചാൽ മക്കളമാരിങ്ങനെ തെണ്ടേണ്ടി വരും. ക്വൈറ്റ് നാച്ചുറൽ, സ്വാഭാവികം. അതല്ലേ ഇവിടെ നടക്കുന്നത്. പോത്തിന് ഏത്തവാഴ വിട്ടേക്കച്ചാ. വിട്ടേക്കുവാണേ. അച്ഛൻ റെസ്റ്റ് എടുക്കൂ, ചെല്ലു. എന്റെ പൊന്നു പോതട്ട, ഇവിടുന്ന് ബ്രില്യൻസ് അടിക്കാണ്ട് വല്ല കണ്ടെത്തി കാണിച്ചേ. നല്ലൊരു ദിവസമായിട്ട് ബോറടിപ്പിക്കാൻ. എല്ലാരും ഉണ്ടല്ലോ, എടുത്തോളൂ വീഡിയോ എടുത്തോളൂ. ആ ലൈവ് അതൊന്നും പറയല്ലേ. നീ അല്ല ഞാൻ സാർ. എവിടെ? വേഗം വാ, ഇതിലോട്ടൊന്ന് കയറിക്കേ. കൈ കൈ കൈ. ആ റെഡി 1 2 3 തുടങ്ങി. മഹാത്മാവ് എനിക്കൊരു വികാരമാണ്. എന്തടിപൊളി പാട്ടുകൾ അദ്ദേഹം പാടിയിരിക്കുന്നത്. രഘുപതി രാഘവ രാജാറാം, പിന്നെ പതീത പാവൻ സീതാറാം. ആ മഹാത്മാവിനെ തൊഴുകയോടെ ഞാൻ സ്മരിക്കുകയാണ്. നിങ്ങളും സ്മരിക്കണം. നമ്മൾ ഭരണത്തിൽ വന്നിട്ട് വേണം ഈ നോട്ടൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ. അയ്യോ